ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അതെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ റെഡിയൊക്കെ ആയി. ഞങ്ങളെല്ലാവരും കൂടി ടൗണിൽ പോവാണ് കേട്ടോ. ഏട്ടന് കോഴിക്കോട് പോയിട്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഗോകുലം മോളിലേക്കാണ് കേട്ടോ. അവിടുന്ന് പ്രത്യേകിച്ച് വാങ്ങാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി അവിടുന്ന് നേരെ പോയത് ബീച്ചിലേക്കാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഇതേ ട്രെയിൻ പോകുന്നതുകൊണ്ട് പിടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ വണ്ടിയൊക്കെ. ഈ ട്രെയിനിലൊന്നും എനിക്ക് അധികം ട്രാവൽ ചെയ്യാനുള്ള അവസരം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഈ ട്രെയിൻ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്കുണ്ടോ അങ്ങനെ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിലൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ബീച്ചിലേക്കാണ് കേട്ടോ പോയത്. ഞങ്ങൾ ബീച്ചിൽ ചെല്ലുമ്പം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ വർക്കിംഗ് ഡേയിലാണ് പോയത്, അതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ബീച്ചിലേക്ക് എത്തും തോറും ഈ ഒരു പുക പോലെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച് വേറെ എന്താണ്, പിന്നെ മനസ്സിലായത് ഈ തിരമാല അടിച്ചിട്ടുണ്ടാകുന്നതാണെന്ന്. പിന്നെ ആ കാണുന്ന കാറ് കണ്ടോ, ആ കാറിൻ്റെ അകത്ത് 2 പേര് നിന്നിട്ട് ഇതുപോലെ കുറേ ബുക്സൊക്കെ വെക്കുന്നുണ്ട്. ഞാൻ അവരുടെ അടുത്തുനിന്ന് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്, അതുപോലെ പ്രേമനഗരം, പിന്നെ ഫ്രാൻസിസ് ഇട്ടിക്കോര എന്ന് പറഞ്ഞൊരു ബുക്കില്ലേ, അത് 3 വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫ്രാൻസിസ് ഇട്ടിക്കോരയാണ് ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടുന്ന് ഒരു ചായ കുടിച്ച് ഞങ്ങൾ നേരെ തിരിച്ചു പോന്നു കേട്ടോ.